97th ഓസ്കർ അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ്. അപ്പോൾ അത് കണ്ടിട്ട് ഈ വിന്നേഴ്സ് ലിസ്റ്റ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി ഫോർ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ. നോമിനേഷൻസ് ആർ ദ ബ്രൂട്ടലിസ്റ്റ് റിട്ടൺ ബൈ ബ്രാഡ്ലി കോർബറ്റ്, മോണ ഫാസ്ഫോൾഡ്. റിയൽ പെയിൻ റിട്ടൺ ബൈ ജെസ്സി എസൻബർഗ്. സെപ്റ്റംബർ 5 റിട്ടൺ ബൈ മോറിസ് ബിൻഡർ, ടിം ഫെൽബോൺ, കോ റിട്ടൺ ബൈ അലക്സ് ഡേവിഡ്. ദ സബ്സ്റ്റൻസ് റിട്ടൺ ബൈ കോർലി ഫാർഗറ്റ്. മോസ്റ്റ് ഓഫ് ദ ഒറിജിനൽ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ഈ കാറ്റഗറിയിലുള്ള ഡയറക്ടേഴ്സ് ഓഫ് ദ മൂവി തന്നെയാണ്. പക്ഷേ വിൻ ചെയ്തത് ഇവരാരുമല്ല, വിൻ ചെയ്തത് അനോറയാണ്. റിട്ടൺ ബൈ ദ ഡയറക്ടർ ഹിംസെൽഫ്, ഷോൺ ബേക്കർ. എനിക്ക് അനോറ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് കഴിഞ്ഞ കൊല്ലത്തിൽ. തീർച്ചയായിട്ടും ഒരു ഗംഭീര സിനിമ, ബാക്ക്ഡ് ബൈ കിഡിലൻ ടോപ്പ് നോച്ച് പെർഫോമൻസസ്, അങ്ങനെ പരിചയമില്ലാത്ത രീതിയിലുള്ളൊരു കഥ ഒക്കെയാണ്. പക്ഷേ ഐ സ്റ്റിൽ ഫീൽ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേയുടെ അവാർഡ് നൽകേണ്ടിയിരുന്നത് സബ്സ്റ്റൻസിനാണെന്ന്. ദ സബ്സ്റ്റൻസ് എന്നുള്ള പടം ഞാൻ ഇന്ന് വരെ കാണാത്ത തരത്തില്ല ഒരു കിഡിലൻ സ്റ്റോറിയായിരുന്നു. തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ദ അക്കാഡമി ഹാസ് ദെയർ ഓൺ റീസൺസ് ടു ഗിവ് ഇറ്റ് ടു അനോറ. അനോറ എൻ്റെ അഭിപ്രായത്തിൽ ഈക്വലി ഡിസേർവിംഗ് ആണ്. പക്ഷേ ഒരു പടി മുകളിലായിട്ട് ദ സബ്സ്റ്റൻസിൻ്റെ സ്ക്രീൻ പ്ലേ എനിക്ക് ഫീൽ ചെയ്തു. അത് അത്രയും വെറൈറ്റി ആയിരുന്നു, അത്രയും ഡിഫറൻ്റ് ആയിരുന്നു. അനോറം ഡിഫറൻ്റ് തന്നെയാണ്, പക്ഷേ ഇതിനകത്തൊരു വേറെ ലെവൽ മെസ്സേജും കൂടിയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ ലുക്സ്. ലുക്കല്ല ഒരാളുടെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ലുക്കിൽ ഒരുപാട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലൊരു കിടിലൻ മെസ്സേജ് അതിനകത്ത് ഹിഡനാണ്. ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡീൽ ചെയ്തൊരു സംഭവമാണ്, എസ്പെഷ്യലി ഫോർ വിമൻ. അതായത് ലുക്സാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, ദർ ഇസ് സംതിങ് ബിയോണ്ട് യു. മനസ്സാണ് ഏറ്റവും വലിയ ബ്യൂട്ടി എന്നുള്ള ഒരു സംഭവം കൂടി അതിനകത്ത് ഹിഡനാണ് ആ സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദ ബെസ്റ്റ് among these is definitely the substance. അപ്പോൾ ആ ഒരു വിയോജിപ്പ് എനിക്കുണ്ട്. എന്നാൽ പോലും ഞാൻ പറയാണ്, ഒരു വളരെ തീരെ അർഹനല്ലാത്തൊരു സിനിമയ്ക്കൊന്നും അല്ല കൊണ്ടേ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം, അനോറ വിൻ ചെയ്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അവാർഡ് ഇത്തവണ കരസ്ഥമാക്കിയത്, ഓസ്കർ അവാർഡ് കിട്ടിയത് അനോറയ്ക്കാണ്, ഷോൺ ബേക്കർ. അടുത്തത് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിനുള്ള അവാർഡാണ്. അതിനകത്ത് നോമിനേറ്റ് ആയപ്പെട്ടത് കംപ്ലീറ്റ് അൺനോൺ, എമീലിയ പെറസ്, നിക്കൽ ബോയ്സ്, സിങ് സിങ്. പക്ഷെ വിൻ ചെയ്തത് കോൺക്ലേവ് ബൈ പീറ്റർ സ്ട്രോഹനാണ്. കിടിലം പടമായിരുന്നു, കിടിലം പടം. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള ഇത്തവണത്തെ ഓസ്കർ കിട്ടിയിരിക്കുന്നത് കോൺക്ലേവിനാണ്. കോൺക്ലേവ് പവേർഡ് ബൈ ഗ്രേറ്റ് ആക്ടേഴ്സ്, അമേസിങ് പെർഫോമൻസ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും റാൽഫ് ഫീൻസ് തകർത്ത് ആർമാദിച്ച പടമായിരുന്നു, കിടിലം പടം. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്തൊരു കാര്യവും. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ന്യൂസിലൊക്കെ പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഒരു വൈറ്റ് സ്മോക്കിൻ്റെ സംഭവങ്ങളൊക്കെ. പക്ഷേ എൻ്റെ മോനെ വെറുതെ വിഷയം പടമായിരുന്നു, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം എന്ന് ഞാൻ പറയും. ഈവൻ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പോലും, ഞാൻ ഒരു എത്തിയിസ്റ്റാണ്, എന്നാലും ഞാൻ പറയുന്നത് ദിസ് വാസ് ഡെഫിനറ്റ്ലി ആൻ ഇൻട്രസ്റ്റിംഗ് വാച്ച്. റാൽഫ് ഫീൻസ് എന്നുള്ള നടൻ പൂണ്ട് വിളയാടിയ പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര സൂപ്പറായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല സിനിമാറ്റോഗ്രഫിയാണ് സിനിമയ്ക്ക്, കിട്ടില്ല സിനിമാറ്റോഗ്രഫി. സാഡ്ലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് നോമിനേറ്റഡ് ഫോർ സിനിമാറ്റോഗ്രഫി. എനിക്കറിയില്ല, ഒന്നുകൂടി നോക്കാം. എന്തായാലും അതിൽ സിനിമാറ്റോഗ്രഫി ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കാരണം ഉഗ്രനായിട്ട് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. ഗ്രാൻഡ്യോർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. പോപ്പിനെ എലക്ട് ചെയ്യുന്നൊരു പരിപാടി സംഭവങ്ങളൊക്കെയാണ്, അടിപൊളിയായിരുന്നു. എൻഡിങ് വൻ ട്വിസ്റ്റായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം കൂടിയായിരുന്നു. പേഴ്സണലി ഐ ലവ് ദ മൂവി. അപ്പോൾ എന്തായാലും ഐ ഫീൽ ദിസ് വാസ് വെൽ ഡിസേർവ്ഡ്. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ബാക്കിയുള്ള അതിനകത്തുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഐ ഫീൽ ദിസ് ഇസ് മച്ച് ബെറ്റർ. ഞാൻ എല്ലാ സിനിമ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഐ ഫെൽറ്റ് കോൺക്ലേവ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ഇറ്റ്. അടുത്തത് വിഷ്വൽ എഫക്ട്സിനുള്ള ബെസ്റ്റ് ഓസ്കാറാണ്. നോമിനേഷൻസ് ആർ ഏലിയൻ റോമുലസ്, ബെറ്റർ മാൻ, കിങ്ഡം ഓഫ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, വിക്കഡ്. പക്ഷേ വിന്നർ ഇവരാരുമല്ല, ഡ്യൂൺ പാർട്ട് 1. പോൾ ലാംബർട്ട്, സ്റ്റീഫൻ ജെയിംസ്, റൈസ് കാൽകോംബെ ആൻഡ് ജെറഡ് നെഫ്രസർ. അൺഡൗട്ടഡ്ലി ദ വിന്നർ. ഉത്തമ പോരാളിയായിരുന്നു ഏലിയൻ റോമുലസ്. അമ്മാതിരി കിഡിലിനായിരുന്നു ഏലിയൻ റോമുലസില്ല ഈ ഒരു എന്താ പറയുക വിഷ്വൽ എഫക്ട്സും. അതും അവർ കുറേ പ്രാക്ടിക്കൽ എഫക്ട്സും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടാലിറ്റി CGI എല്ലാം കൂടി ചേർത്ത് വിഷ്വൽ എഫക്ട്സ് എന്നുള്ള രീതിയിൽ ഡ്യൂണിൻ്റെ വേറെ ലെവൽ തന്നെയായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ.
ഈക്വലി ഗുഡ് ആയിരുന്നു ഏലിയൻ റോമുലസ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. കാരണം ഇറ്റ് വാസ് സൂപ്പർബ്. ഞാൻ കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുള്ള ബെസ്റ്റ് മൂവീസിൽ പെടുത്തുന്ന 2 മൂവീസാണ്. ഐ എം സോ ഹാപ്പി. ഇതിപ്പോൾ ഏലിയൻ റോമുലസ് വിൻ ചെയ്താലും ഡ്യൂൺ വിൻ ചെയ്താലും എനിക്ക് ഈക്വലി ഹാപ്പി ആയിരുന്നു. പക്ഷേ അമംഗ് ദീസ് 2 ഡെഫിനറ്റ്ലി ഡ്യൂൺ പാർട്ട് 2 ബൈ ഡെനിസ് വില്ലിനേവ് ഡെഫിനറ്റ്ലി ഷുഡ് ഹാവ് വൺ ആൻഡ് ഇറ്റ് വൺ. ഹാപ്പി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹാപ്പി, വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഓസ്കർ തന്നെയാണ്. ഇക്കാര്യത്തിലൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ഓസ്കർ ഫോർ ബെസ്റ്റ് സൗണ്ട് ആണ്. നോമിനേഷൻസ് ആർ എ കംപ്ലീറ്റ് അൺനോൺ, എമിലിയ പെറസ്, വിക്കഡ്, ദ വൈൽഡ് റോബോട്ട്. പക്ഷേ ദ വിന്നർ ഇസ് ഡ്യൂൺ പാർട്ട് 2 അഗൈൻ. ഗാരറ്റ് ജോൺ, റിച്ചർഡ് കിങ്, റോൺ ബാർട്ട്ലെറ്റ്, ഡഗ് ഹെംഫിൽ. എൻ്റെ പൊന്നോ, അതിലൊരു തർക്കമില്ലടേ. ഇതിന് എനിക്ക് തോന്നുന്നത് ദർ വാസ് നോ കോമ്പറ്റീഷൻ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സൗണ്ട് ഡിസൈൻ ഇന്നേ ഒരു ജീവിതത്തിൽ കേൾക്കാത്ത ലെവല് ഒരു ടൈപ്പ് ഓഫ് സൗണ്ട്സ് ആയിരുന്നു ഡ്യൂൺ എന്നുള്ള സിനിമ ഞാൻ ഐമാക്സിൽ പോയി കണ്ടപ്പോൾ ഞാൻ കേട്ടത്. ഈ ഐമാക്സിൽ ചെന്ന് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഞാൻ കേട്ടൊരു സാധനമുണ്ട്. എൻ്റെ പൊന്നെ, അത് ഇന്നവർ കേട്ടില്ല. ഇതെന്താണ് ഈ സൗണ്ട്, ഇത് എവിടെ എങ്ങനെ ഉണ്ടാക്കി ഈ സൗണ്ട്? ഇതുവരെ കേൾക്കാത്ത, കാതിൽ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് ഒരു സൗണ്ട് ഇവർ സൗണ്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഇതിന് മുന്നേ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് കോഞ്ചറിങ് എന്നുള്ള സിനിമ കണ്ടപ്പോഴാണ്. ഇത് എവിടെ നിന്നാണ് ഈ സൗണ്ടൊക്കെ കൊണ്ടുവന്നത്, എങ്ങനെ ഇത് ഉണ്ടാക്കി? ബ്രഹ്മയുഗത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞെട്ടിപ്പോ. കോഞ്ചറിങ്ങിൻ്റെ കണ്ടിട്ടുണ്ടോ? ഞെട്ടിപ്പോ. ഇതൊക്കെ എന്തൊക്കെ ഐറ്റം വെച്ചാണ് സൗണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ. ചില സൗണ്ട് ഡിസൈനേഴ്സ് ഉണ്ട്, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഓരോ സൗണ്ട് ഡിസൈൻ ചെയ്യും. ഓരോ സൗണ്ട് ഡിസൈൻ ചെയ്ത് എടുത്ത് ആ സിനിമയിൽ യൂസ് ചെയ്യും. ചിലപ്പോൾ ഇറച്ചി കഷ്ണം വെച്ച് ഉണ്ടാക്കുന്ന സൗണ്ട് വേറെ ഉമ്മൊക്കുന്നതിനായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിൽ ഭയങ്കര കഴിവുള്ള വേറെ ലെവല് കുറേ സൗണ്ട് ഡിസൈനേഴ്സ് ഉണ്ട്. among that ഡ്യൂൺ പാർട്ട് 2 വിന്നിങ് ദ സൗണ്ട് ഡിസൈൻ വാസ് വിത്തൗട്ട് എ കോമ്പറ്റീറ്റർ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കൂട്ടത്തിൽ വൈൽഡ് റോബോട്ട് കിടുമായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, അതിലുള്ള സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ കേട്ട് പരിചയമുള്ള സൗണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഡ്യൂണിലുള്ള സൗണ്ട് ഡിസൈൻ, അതിലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കേൾക്കാത്ത ലെവലൊരു സാധനം. ഇവരുടെ ഒരു ഫ്ലൈയിങ് സോസർ എന്ന് പറഞ്ഞാൽ ഏലിയൻ ഷിപ്പ് പോകുമ്പോൾ ഒരു സൗണ്ട് കിട്ടും. അത് ഇന്നേ വരെ നമ്മൾ കേട്ടില്ല. ഒരു വൈബ്രേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ സൗണ്ട് ഇട്ട് കാണിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം. അത് ഐമാക്സിൽ കണ്ടപ്പോൾ എൻ്റെ മോനെ, ഞാൻ എന്താ പറയുക, ഞാൻ ഐമാക്സിൽ ഈ സിനിമ കണ്ടതിനെ പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള ഐമാക്സിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ മോനെ, ഈ വിഷയമായിരുന്നു ഇതിൻ്റെ സൗണ്ട്. അതും 12 ചാനലിലായിരുന്നു ഞാൻ കണ്ടത്. നമ്മുടെ ബ്രോഡ്വേ സിനിമാസിലാണ് ഡ്യൂൺ പാർട്ട് 2 ഞാൻ ഐമാക്സിൽ കാണുന്നത്. 3 തവണ ഞാൻ ഈ സിനിമ കണ്ട്. 4DXലും കണ്ട്, അല്ലാതെ നോർമൽ ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലും കണ്ടായിരുന്നു. ഐമാക്സ് എക്സ്പീരിയൻസ് വാസ് ലൈക്ക് വെറുതെ, അതായത് മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, അമ്മാതിരി സാധനമായിരുന്നു. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ദ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ ഓഫ് 2024 ഓസ്കർ. അത് എന്താ പറയുക, കോമ്പറ്റീഷനിൽ അടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആ ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തത് വെൽ ഡിസേർവ്ഡ്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്നുള്ളതാണ്. നോമിനേഷൻസ് ആർ ഐ എം നോട്ട് എ റോബോട്ട്, അലിയൻ, അനൂജ, ദ ലാസ്റ്റ് റേഞ്ചർ ആൻഡ് ദ മാൻ ഹൂ കുഡ് നോട്ട് റിമെയിൻ സൈലൻറ്റ്. ഇതിനകത്ത് വിൻ ചെയ്തിരിക്കുന്നത് ഐ എം നോട്ട് എ റോബോട്ട് ബൈ വിക്ടോറിയ വാർമർഡാം ആൻഡ് ട്രെൻറ്റ് ആണ്. ഇതിലെനിക്ക് ഒരു അഭിപ്രായമില്ല. കാരണം എന്താ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. കാണാതെ എങ്ങനെയാണ് നമ്മളൊരു അഭിപ്രായം പറയുന്നത്? ഒരു സിനിമയാണെങ്കിൽ മിനിമം അത് കണ്ടാലല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചാലല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നോ അഭിപ്രായം. എല്ലാവർക്കും കയ്യടി. കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് വേദിയാണോ അല്ലോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും കാണാത്ത സംഭവമാണെങ്കിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും. അതിൽ ഞാൻ കൂടുതൽ അഭിപ്രായം പറയാൻ പോകുന്നില്ല. അടുത്ത കാറ്റഗറി പ്രൊഡക്ഷൻ ഡിസൈൻ ആണ്. നോമിനീസ് ആർ ദ ബ്രൂട്ടലിസ്റ്റ്, കോൺക്ലേവ് സെറ്റ് ഉണ്ടായിരുന്നേ. അത് തന്നെ ഒരു അത്ഭുതം. ഡ്യൂൺ പാർട്ട് 2, നോസ്ഫെറാറ്റു. പക്ഷേ വിൻ ചെയ്തിരിക്കുന്ന ആരാന്നറിയാമോ? വിക്കഡ്. പ്രൊഡക്ഷൻ ഡിസൈൻ നീതൻ കറോലി. എന്താണ് എനിക്ക് തോന്നുന്നത്, സെറ്റ് ഡെക്കറേഷൻ ബൈ ലീ സാൻഡിൽസ്. ഈ ലിസ്റ്റിൽ വിക്കറ്റിന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം വിക്കറ്റ് അത്രയധികം സെറ്റ് ഡിസൈൻ ഉണ്ടായിരുന്നു. ഞാൻ വിക്കറ്റ് തിയേറ്ററിൽ കണ്ടതാണ്, 3Dയിൽ കണ്ടതാണ്, ഫോറം മോളിൽ. കിടിലൻ സെറ്റ് ഡിസൈനായിരുന്നു. ഞാനിപ്പറ്റി പറഞ്ഞത് സെറ്റ് ഡിസൈനും അതുപോലെ തന്നെ കോസ്റ്റ്യൂംസും വേറെ ലെവലായിരുന്നു. ഞാൻ എൻ്റെ വിക്കറ്റിൻ്റെ റിവ്യൂയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒപ്പീനിയൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഡ്യൂൺ പാർട്ട് 2 ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു നോസ്ഫെറാറ്റു, ഡ്യൂൺ പാർട്ട് 2, വിക്കഡ് 3ഉം ഡെഫിനറ്റ്ലി ഡിസർവിങ് ആണെന്നാണ് എനിക്ക് ഫീലിംഗ്. ഇതെങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇവർ? വിക്കഡ് ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ലാർജർ ഒരു സ്കെയിലാണ്. കുറേ ആളുകൾക്കും കൂടി ആ സെറ്റ് ഡിസൈൻ എത്തിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സ്കെയിൽ ഓഫ് ദ മൂവി വാസ് മച്ച് ലാർജർ ആൻഡ് കമ്പയർഡ് ടു ഡ്യൂണും അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ഈ 3 ഏത് കിട്ടിയാലും സന്തോഷം എന്നുള്ളതാണ്. വിക്കറ്റ് എന്തായാലും അടിച്ചുകൊണ്ട് പോയി.
എനിവേസ് അപ്പോൾ ഡിസേർവ്ഡ് ആണ് ഇതിൽ 3 വിക്കറ്റ് ആയാലും ഡ്യൂൺ ആയാലും നോസ്ഫെറാറ്റു ആയാലും ഏതിന് കിട്ടിയാലും സന്തോഷം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വിക്കറ്റ് കിട്ടി, ലക്ക് വാസ് ഇൻ ഫെയർ ഓഫ് ദം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിസൈൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, അതാണ് എനിക്ക് തോന്നുന്നത്. ഡ്യൂണിൽ ഇപ്പോൾ നമുക്കൊരു വ്യത്യസ്തതരമായ ഒരു 8-10 ചെയ്യണമെങ്കിൽ നൊസ്ഫെറാറ്റുവിൽ 1-2 ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ വിക്കറ്റിൽ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു 100 സെറ്റ് ഡിസൈനിങ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അത്രയധികം സെറ്റ് ഡിസൈൻ വേണ്ടി വന്നു തോന്നി. ഒരു മച്ച് ലാർജർ സെറ്റ് ഡിസൈൻ അല്ലെങ്കിൽ മച്ച് മോർ സെറ്റ് ഡിസൈൻസ് വേണ്ടി വന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ വിക്കറ്റ് വാസ് ഡിസേർവിങ്, പറയാതിരിക്കാൻ വയ്യാതെ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള അക്കാഡമി അവാർഡ് അല്ലെങ്കിൽ ഓസ്കർ. നോമിനീസ് ആർ ദ ജേർണി ഫ്രം ദ 688, മ്യൂസിക് ആൻഡ് ലിറിക് ബൈ ഡിയാൻ വാരൻ. ലൈക്ക് എ ബേർഡ് ഫ്രം സിംഗ് സിംഗ്, മ്യൂസിക് ആൻഡ് ലിറിക് ബൈ എബ്രഹാം അലക്സാണ്ടർ ആൻഡ് ഐഡ്രിയൻ ക്വസാഡ. മീ കമീനോ ഫ്രം എമിലിയ പെറസ്, മ്യൂസിക് ആൻഡ് ലിറിക് ബൈ കമിലി ആൻഡ് ക്ലെമൻറ്റ് ഡ്യൂസോൾ. നെവർ ടു ലേറ്റ് ഫ്രം എൽട്ടൺ ജോൺ, നെവർ ടു ലേറ്റ് മ്യൂസിക് ആൻഡ് ലിറിക് ബൈ എൽട്ടൺ ജോൺ, ബ്രാൻഡി കാർലിലി, ആൻഡ്രൂ വാറ്റ് ആൻഡ് ബെർണി ടോപ്പിൻ. പക്ഷേ ദ വിന്നർ ഇസ് എൽ മാൽ ഫ്രം എമിലിയ പെറസ്, മ്യൂസിക് ബൈ ക്ലെമൻ ഡ്യൂക്കോൾ ആൻഡ് കമിലി, ലിറിക് ബൈ ക്ലെമൻ ഡ്യൂക്കോൾ, കമിലി ആൻഡ് ജാക്കിസ് ഒഡാർഡ് ദ ഡയറക്ടർ. ഇതിലിപ്പോൾ ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കേട്ടാൽ എല്ലാം ഡിസേർവിങ് ആയിട്ടൊക്കെ തന്നെയാണ് അത് ഫീൽ ചെയ്തത്. ഇവർ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, എല്ലാ പാട്ടുകളുടെയും ചെറിയൊരു സ്നിപ്പറ്റ് ഇങ്ങനെ നമ്മളെ കാണിച്ചു തരുന്നത് മ്യൂസിക്കിൻ്റെ കാറ്റഗറി വന്നപ്പോഴേക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ തോന്നി. പക്ഷേ എനിക്കറിയില്ല, ഇതിനകത്ത് വൈൽഡ് റോബോട്ട് വന്നില്ല. വൈൽഡ് റോബോട്ടിലൊരു സാധനം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മോനെ വെറുതെ വിഷയമായിരുന്നു അത് അവരെന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി ഒറിജിനൽ സോങ് അല്ലാത്തതുകൊണ്ട് വല്ലതും ആണോ? എനിവേസ്, അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറെ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇത് ഞാൻ എങ്ങനെ അഭിപ്രായം പറയാനാണ്? അപ്പോൾ എനിക്ക് വേറെ ഒന്നും അതിനകത്ത് അഭിപ്രായം പറയാനില്ല. ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ മച്ച് ഡിസേർവിങ്, അതുകൊണ്ടായിരിക്കും കിട്ടിയത്. പക്ഷേ എന്നോട് ചോദിച്ചാൽ എമിലിയ പെറസ് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ബെസ്റ്റ് സിനിമ കാറ്റഗറി എന്തെങ്കിലും വരുമ്പോഴേക്കും ഞാൻ പറയാം. മ്യൂസിക്കിൻ്റെ തന്നെ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ നോമിനീസ് ആർ കോൺക്ലേവ്, വോൾക്കർ ബെർട്ടിൽമാൻ, എമിലിയ പെറസ്, ക്ലെമൻ ഡ്യൂസോൾ ആൻഡ് കാമിലി. വിക്കറ്റ് ജോൺ പവൽ ആൻഡ് സ്റ്റീവൻ ഷ്വാർട്സ്. ദ വൈൽഡ് റോബോട്ട് ക്രിസ് ബോവസ്. പക്ഷേ വിന്നർ ദ ബ്രൂട്ടലിസ്റ്റ് ഡാനിയൽ ബ്ലംബർഗ്. ഉള്ള കാര്യം പറയാലോ, എനിക്ക് ബ്രൂട്ടലിസ്റ്റിലെ മ്യൂസിക് അത്രയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒറിജിനൽ സ്കോർ കൊടുക്കാൻ മാത്രമൊന്നും ഈ സിനിമയ്ക്ക് എനിക്ക് ആ സിനിമ തന്നെ മര്യാദക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം എന്തായാലും. ഐ ഫീൽ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ അമംഗ് ദീസ് വാസ് ഐദർ വൈൽഡ് റോബോട്ട് അല്ലെങ്കിൽ കോൺക്ലേവ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ കണ്ടാണ്. ഐ ഡെഫിനറ്റ്ലി ഫീൽ വൈൽഡ് റോബോട്ട് ഡിസേർവ്സ് ദിസ് അവാർഡ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഐ ഫീൽ ദ വൈൽഡ് റോബോട്ട് വാസ് എ മച്ച് ഡിസേർവിങ് എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എനിക്ക് ബ്രൂട്ടലിസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാം. എനിക്കതിൻ്റെ മ്യൂസിക് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ഓരോ കാറ്റഗറി വരുമ്പോൾ ഞാൻ പറയാം. അതിനകത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര വലിയ ഇംപ്രസീവ് മൂവിയായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എനിവേസ്, അപ്പോൾ ഐ ഫീൽ വൈൽഡ് റോബോട്ട് ഷുഡ് ഹാവ് വൺ. അത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിങ്ങിനുള്ള ഓസ്കാർ അവാർഡാണ്. എ ഡിഫറെൻറ്റ് മാൻ, മൈക്കി മാരിയാനോ, ഡേവിഡ് പ്രസ്റ്റോ ആൻഡ് ക്രിസ്റ്റൽ ജുറാഡോ. എമിലിയ പെറസ്, ജൂലിയ ഫ്ലോക്ക് കാർബനൽ, ഇമാനുവൽ ജാൻവിയർ ആൻഡ് ജോൺ ക്രിസ്റ്റഫി സ്പെഡാസീനി. എന്തൊക്കെ വെറൈറ്റി പേരാ. നോസ്ഫെറാറ്റു, ഡേവിഡ് വൈറ്റ്, ട്രേസി ലോഡർ ആൻഡ് സൂസാൻ സ്ട്രോക്സ് മുൺടൺ. വിക്കറ്റ്, ഫ്രാൻസിസ് ഹാനൺ, ലോറ ബ്ലൗണ്ട് ആൻഡ് സാറ നൂത്ത്. But the winner is Substance. The Substance. Perry Oliver Pressin, Stephanie Guillon and Marilyn Scarcelli. Hands down the winner. കാരണം മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേടെ എന്നൊക്കെ പറയുന്ന ആളുടെ മുഖത്ത് വരെ മേക്കപ്പ് ഇട്ട് കൊടുത്ത ഒരു പടം. എസ്പെഷ്യലി ലാസ്റ്റ് 20 minutes or ഔട്ട് ഓഫ് ദ വേൾഡ്. അതിന് മാത്രം ഒരു ഓസ്കർ കൊടുക്കണം. അതിന് മേക്കപ്പ് ഡിസൈനും പരിപാടികളും മേക്കപ്പും പ്രൊസ്തറ്റിക്സും ഒക്കെ ആയിരുന്നു. ഹാൻഡ്സ് ഡൗൺ ദ വിന്നർ. കോമ്പറ്റീഷൻ ഇല്ലടേ, കഴിഞ്ഞ കൊല്ലം കോമ്പറ്റീഷൻ ഇല്ല. ഈവൻ അതിൻ്റെ ഏതെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു സാധനം എന്നുണ്ടെങ്കിൽ ഏലിയൻ റോംലെസ് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു മ്യൂട്ടേറ്റഡ് ഏലിയൻ ഹ്യൂമനോയിഡ് ഒരു സാധനം വരും.
ഞാനത് CG ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമ കണ്ടു കഴിഞ്ഞ് ഞാൻ ടൂറൊക്കെ പോയി മലേഷ്യയിലാണല്ലോ ഞാൻ ഏലിയൻ റോമൻസ് കണ്ടത് IMAX-ൽ. അവിടെ നിന്ന് കണ്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ റീൽ കാണുമ്പോൾ പറയണത് അത് ശരിക്കുമുള്ള ആളായിരുന്നു. ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിട്ടുള്ള ആളാ പ്രോസ്തറ്റിക്സ് ഒക്കെ ചെയ്ത് എടുത്തതാണെന്ന്. ആ ഒറ്റ കാര്യത്തിന് സത്യം പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽ അവരെ ഉൾപ്പെടുത്തണം. അമ്മാതിരി കിടിലൻ സാധനം എടുത്തത്. ഏലിയൻ റോമൻസ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ഓസ്കർ നോമിനേഷൻ ഫോർ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിങ്. എൻ്റെ പിന്നെ അത് അമ്മാതിരി സാധനമായിരുന്നല്ലേ, അമ്മാതിരി സാധനം. ഉള്ളി ഫോർ ആ ലാസ്റ്റ് 20 മിനിറ്റ്സിൽ ആ സംഭവം മാത്രം മതി, അത്ര കിടുവായിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഡിസേർവ്സ് ടു ബി ഇൻ ദിസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്കൊരു നോമിനേഷൻ പോലും ഇല്ല. അതങ്ങനൊരു അവസ്ഥ. ബട്ട് still I'm saying I'm so happy that the substance won. കാരണം they are surely deserving. ഞാൻ പറഞ്ഞില്ലേ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു ഇരുപത്തി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഏലിയൻ റോമൻസ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഇതിന്. വിക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ്. ബട്ട് ഇത് സബ്സ്റ്റൻസിൽ ആ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സിലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് മാത്രം മതി ഓസ്കർ കിട്ടാൻ. അമ്മൊരു സാധനമായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ ടെറിഫയറിന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് കാറ്റഗറി കൊടുക്കാഞ്ഞത്? ടെറിഫയർ 3 ആക്ച്വലി നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കൊന്നും അവർ അതൊരു സിനിമ ആയിട്ട് പോലും കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് തോന്നണം. എനിവേസ് വാട്ട് എവർ. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഈവൻ ടെറിഫയർ 3-ന് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു നോമിനേഷനിൽ ഇടാമായിരുന്നു. മൈ ഒപ്പീനിയൻ അത്രേ ഉള്ളൂ. അടുത്തത് കാറ്റഗറി ഫോർ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം. ഓരോ രാജ്യത്തു നിന്നുള്ള സിനിമകളെ കൺസിഡർ ചെയ്തേക്കണതിൽ നിന്നും ടോപ്പ് 5 വന്നിരിക്കുന്നവർ. നോമിനീസ് ആർ ഡെൻമാർക്കിൽ നിന്നും ദ ഗേൾ വിത്ത് ദ നീഡിൽ, ഫ്രാൻസിൽ നിന്നും എമിലിയ പെറസ്, ജർമ്മനിയിൽ നിന്നും ദ സീഡ് ഓഫ് ദി സീക്രട്ട് ഫിഗ്, ലാറ്റ്വിയയിൽ നിന്നും ഫ്ലോ. ബട്ട് ദ വിന്നർ വാസ് ബ്രസീലിൽ നിന്നുള്ള ഐ എം സ്റ്റിൽ ഹിയർ എന്നുള്ള മൂവിയാണ്. പക്ഷേ ഐ ഫീൽ ദി ബെസ്റ്റ് എമംഗ് ദിസ് ഇസ് ഫ്ലോ. കാരണം ഭാഷയെ അതിജീവിച്ച ഒരു പടം. ഫ്ലോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണണം. സിനിമയിൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ, OST പരിപാടികൾ മാത്രമേ ഉള്ളൂ, നോ ലാംഗ്വേജ്, ഡയലോഗ് ഇല്ലാത്ത മൂവി. പക്ഷേ എൻ്റെ അമ്മോനെ വിഷയം പടം. ഒരു പൂച്ചയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു സാധനങ്ങളാണ് കാണിക്കുന്നത്. അന്യായ പടം എന്ന് പറഞ്ഞാൽ അന്യായ പടമാണ്. ബെസ്റ്റ് പിക്ചർ നോമിനേഷനിൽ കൊടുക്കാൻ പറ്റിയ പടം, അമ്മ ഒരു സാധനം. എൻ്റെ അഭിപ്രായത്തിൽ ലാറ്റ്വിയയിൽ നിന്നുള്ള ഫ്ലോ വേണമായിരുന്നു ഈ കൊല്ലത്തെ ഈ അവാർഡ് അർഹനായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. അർഹത എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫ്ലോയ്ക്കാണ്. കാരണം ഭാഷയെ അതിജീവിച്ച ഒരു പടമോടെ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ കണ്ടു നോക്കണം എന്ന് ഞാൻ പറയും. വളരെ കുറച്ച് ദൈർഘ്യമുള്ളൊരു പടമാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമ. ഇപ്പോൾ നമ്മുടെ ഫോറം മോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ സിനിമ കളിക്കുന്നുണ്ട്. പറ്റിയാൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും, അന്യ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഐ തിങ്ക് ഫ്ലോ ഫ്രം ലാറ്റ്വിയ ഡിസേർവ്സ് ദിസ് അവാർഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എഡിറ്റിങ്ങിനുള്ള ഓസ്കർ അവാർഡ്. നോമിനേഷൻസ് ആർ ദ ബ്രൂട്ടലിസ്റ്റ്, ഡേവിഡ് ജാൻസ്കോ, കോൺക്ലേവ്, നിക് എമേർഷൻ, എമിലിയ പെറസ്, ജൂലിയറ്റ് വെൽഫിംഗ്, വിക്കഡ്, മിറിയോൺ കെർസ്റ്റീൻ. But the winner is Anora, Sean Baker. Anora was top notch. Everything was top notch. കിടിലം, ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും കിടിലം പടം തന്നെയായിരുന്നു, അടിപൊളിയാണ്. പക്ഷേ എനിക്ക് എതിർപ്പുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. ഇതിനകത്ത് ബ്രൂട്ടലിസ്റ്റ് എന്തിനാണ് ബെസ്റ്റ് എഡിറ്റിങ്ങിന് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്നുള്ള ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അത് ഫിലിമിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഫിലിമിൽ എഡിറ്റ് ചെയ്തുകൊണ്ടാണോ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കണം. ഐ തിങ്ക് ഇറ്റ് വാസ് സ്കാൻഡ് ആൻഡ് എഡിറ്റഡ്. അല്ലെങ്കിൽ പഴയ രീതിയിൽ ഫിലിം ഒട്ടിച്ചൊട്ടിച്ച് ചെയ്ത പരിപാടിക്ക് വേണ്ടി അയാൾക്ക് നോമിനേഷൻ കൊടുത്താണെന്നറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര സ്ലോ ആയൊരു പടം ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. എഴഞ്ഞെഴഞ്ഞ് പോകുന്നൊരു പടം, ബോറടിച്ച് ഞാൻ പണ്ടാരടങ്ങിയ ഒരു സിനിമയാണ്. കഷ്ടപ്പെട്ട് ഞാൻ ഈ സിനിമ കണ്ടു തീർക്കാനായിട്ട്. അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് ബെസ്റ്റ് എഡിറ്റിംഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ തന്നെ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ബെസ്റ്റ് ഫിലിം എഡിറ്റിങ്ങിൽ ഈ സിനിമ ഞാൻ ആ ഒരു ഇതിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ് ഡിസേർവ്സ് ബെസ്റ്റ് എഡിറ്റിംഗ് നോമിനേഷൻ ഈവൻ. എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് എഡിറ്റിങ്ങിൽ വേറെ എന്തോരം സിനിമകളുണ്ട്. ഡ്യൂൺ 2 ബെസ്റ്റ് എഡിറ്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയ പടമാണ്. ഏലിയൻ റോമൻസ് ബെസ്റ്റ് എഡിറ്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റിയ പടമുള്ളൂ. എന്ത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമകളായിരുന്നു അറിയാം ഇതൊക്കെ. അങ്ങനെ ഇഷ്ടംപോലെ. സ്മൈൽ 2 വേറെ ലെവൽ എഡിറ്റിംഗ് ആയിരുന്നു, വേറെ ലെവൽ എഡിറ്റിങ്ങും വേറെ ലെവൽ സിനിമാറ്റോഗ്രഫിയും വേറെ ലെവൽ ആക്ടിങ്ങും ഉള്ളൊരു സിനിമ. സ്മൈൽ 2-ന് നോമിനേഷനേ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഓസ്കറിൽ. ബെസ്റ്റ് നടിക്കുള്ള ഓസ്കർ അവാർഡിന് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയ സിനിമയായിരുന്നു സ്മൈൽ 2. കാരണം ഒരു നടി ഇതിനപ്പുറം എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ തോന്നിപ്പോയൊരു നവോമി സ്കോട്ടിൻ്റെ വേറെ ലെവൽ ആക്ടിങ് ആയിരുന്നു, വേറെ ലെവൽ. വൺ ഓഫ് ദി ടോപ്പ് പെർഫോമൻസ് ലാസ്റ്റ് ഇയർ എന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബ്രൂട്ടലിസ്റ്റ് ഈവൻ ഡിസേർവ്സ് എ നോമിനേഷൻ. ഷോൺ ബേക്കർ ഫോർ അനോറ
ഡിസേർവിംഗ് ആണ്, കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഡയറക്ടർ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, കിഡിലിനായിട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ അനോറ വാസ് ഫിലിംഡ് യൂസിങ് ഫിലിം ക്യാമറാസ്. മനസ്സിലായില്ലേ? താങ്ക് ഗോഡ് അനോറ വൺ ദിസ്. കാരണം ഇഫ് ബ്രൂട്ടലിസ്റ്റ് ഹാഡ് വൺ ഐ വുഡ് ഹാവ് ഗോട്ട് പിസ്ഡ് ഓഫ്. സീരിയസ്ലി എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ലായിരുന്നു അത് ഇത് വിൻ ചെയ്തിരുന്നെങ്കിൽ ബ്രൂട്ടലിസ്റ്റ്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഡെഡ് ബോറിങ് മൂവിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡെഡ് ബോറിങ് ആവാനുള്ള കാരണം എഡിറ്റിംഗ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ സിനിമ ഒരു 1.5 മണിക്കൂർ കാണാനുള്ളതേ ഉള്ളത്, വെട്ടിച്ചുരുക്കേണ്ടിയിരുന്ന പടമാണ്. അപ്പോൾ ആ വെട്ടിച്ചുരുക്കാത്തതിന് എങ്ങനെ കൊണ്ടുപോയി ഓസ്കർ കൊടുക്കും? അതാണ് എൻ്റെ മനസ്സിൽ. താങ്ക് ഗോഡ് അനോറ വൺ, അത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്തത് കാറ്റഗറി ഫോർ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം. ഡെത്ത് ബൈ നമ്പേഴ്സ്, കിം എ സ്നൈഡർ ആൻഡ് ജനീക് എൽ ലോബലാഡ്. ഐ എം റെഡി വാർഡൻ, സ്മൃതി മുന്ദ്ര ആൻഡ് മായ GNYP. അതെങ്ങനെ പറയും GNYP എന്നുള്ള പേര് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം? ഗ്നിപ്പ് എന്നാണോ? ഇൻസിഡൻറ്റ്, ബിൽ മോറിസൺ ആൻഡ് ജെയ്മി കാൽവിൻ. ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് എ ബീറ്റിംഗ് ഹാർട്ട്, ഇമ റയൻ യാമക്കാസി ആൻഡ് എറിക് നയാരി. ബട്ട് ദ വിന്നർ, ദ ഒൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര, മോളി ഓബ്രയൻ ആൻഡ് ലിസ റെമിങ്ടൺ. എനിക്കൊരു അഭിപ്രായം പറയാനില്ല, കാരണം ഈ ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയും? അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല. കിം എ സ്നൈഡർ, സാക്ക് സ്നൈഡറിൻ്റെ ആരെങ്കിലും ആണോ? പിന്നെ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, എല്ലാ കൊല്ലവും ഉണ്ടല്ല, ഭൂരിഭാഗം ടൈമും ഒരു ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഉണ്ടാവും. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇത്തവണയും ഒരു ഇന്ത്യൻ്റെ പ്രസൻസ് ഉണ്ട്. ഐ എം റെഡി വാർഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇസ് ആൻ ഇന്ത്യൻ ഷോർട്ട് ഫിലിം ബൈ ഇന്ത്യൻസ്. ഐ ഫീൽ സോ. പേര് കണ്ടിട്ട് സ്മൃതി മുന്ദ്ര ആൻഡ് മായ എന്ന് പറയുമ്പോൾ ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ് ഇസ് ഫ്രം ഇന്ത്യ. അപ്പോൾ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആസ് ആൻ ഇന്ത്യൻ. എവറി സിംഗിൾ ടൈം ഷോർട്ട് ഫിലിമിൻ്റെ കേസ് വരുമ്പോഴേക്കും ഒരു ഇന്ത്യൻ മൂവി, ഒരു ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ. അടുത്തത് കാറ്റഗറി ഫോർ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം. ബ്ലാക്ക് ബോക്സ് ഡയറീസ്, ഷിയോറി ഇൽത്തോ, എറിക് നയാരി ആൻഡ് ഹാന അക്വിലിൻ. പോർസിലിയൻ വാർ, ബ്രണ്ടൻ ബെലോമോ, സാൽവോ ലിയോനെറ്റീവ്, അനീല സിഡ്രോസ്ക ആൻഡ് പോൾ ഡു പ്രീ പ്രസ്മെൻ. സൗണ്ട് ട്രാക്ക് ടു എ കൂപ്പറ്റ് അതെങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആ സാധനം, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ. ജോൺ ഗ്രിമോൺ പ്രസ്, ഡാൻ മിലിയസ് ആൻഡ് റെമി ഗ്രലെറ്റി. ഷുഗർ കെയിൻ, ജൂലിയൻ ബ്രേവ് നോയ്സ് കാറ്റ്, അങ്ങനെയൊക്കെ ഒരു പേര് പോലെ. ഓക്കെ. എമിലി കാസി ആൻഡ് കെലൻ ക്വിൻ. ബട്ട് ദ വിന്നർ ഇസ് നോ അതർ ലാൻഡ് ബൈ ബേസിൽ ആദ്ര, റേഷ്യൽ എങ്ങനെ പറയണല്ലേ, SZOR, ഹംദാൻ ബല്ലാൽ ആൻഡ് യുവൽ എബ്രഹാം. ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നോ അതർ ലാൻഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അപ്പം നോ അഭിപ്രായം. അടുത്തത് കാറ്റഗറി ഫോർ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ. നോമിനീസ് ആർ എ കംപ്ലീറ്റ് അൺനോൺ, ആരിയാന ഫിലിപ്സ്, കോൺക്ലേവ്, ലിസി ക്രിസ്റ്റൽ, ഗ്ലാഡിയേറ്റർ 2, ജാൻറ്റി യേറ്റ്സ് ആൻഡ് ഡേവിഡ് ക്രോസ്മാൻ, നോസ്ഫെറാറ്റു, ലിൻഡ മ്യൂർ. ബട്ട് ദ വിന്നർ ഇസ് വിക്കഡ്, പോൾ ടൈസ്വെൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേറെ ലെവൽ കോസ്റ്റ്യൂം ഡിസൈൻ ആയിരുന്നു ഇതിനകത്ത്. ഈവൻ ഗ്ലാഡിയേറ്റർ 2 ആയാലും കോൺക്ലേവ് ആയാലും കിഡിലൻ കോസ്റ്റ്യൂം ഡിസൈൻ ആയിരുന്നു. നോസ്ഫെറാറ്റു ഓൾസോ നല്ല കോസ്റ്റ്യൂം ഡിസൈനാണ്. കംപ്ലീറ്റ് ആണെന്നുള്ള എന്തുകൊണ്ടാണ് കോസ്റ്റ്യൂം ഡിസൈൻ ഉള്ളത്? എന്തോ ആയിക്കോട്ടെ. നോസ്ഫെറാറ്റു ഇവരൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ വിക്കഡ് ഹാൻഡ്സ് ഡൗൺ, കാരണം അത്ര ആൾക്കാരുണ്ട് ആ സിനിമയിൽ. ഒരു നാട് മൊത്തം കാണിച്ചാൽ ആ നാട് വിസർഡ് ഓഫ് ഓസിൻ്റെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ആ നാട് മൊത്തം ഉള്ളവർക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതും വേറെ ലെവൽ കുറേ കോസ്റ്റ്യൂം ഡിസൈൻ. പിന്നെ മ്യൂസിക്കലും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇടക്കിടക്കിടക്ക് ഡിസൈൻ മാറും കോസ്റ്റ്യൂമിൻ്റെ. അത് കോസ്റ്റ്യൂംസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി സിമ്പിൾ ആസ് ദാറ്റ് ഡേ അത് എന്തായാലും അത് വിൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അമ്മാരി കോസ്റ്റ്യൂം ഡിസൈനായിരുന്നു. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അതായത് വേറെ എതിരാളികളോ പോരാളികളോ ഇല്ലാതെ ജയിച്ച ഒരു അവസ്ഥയായിരുന്നു വിക്കറ്റിൻ്റെ. ഹാൻഡ്സ് ഡൗൺ, ഇറ്റ് ഡിസേർവ്സ് ഇറ്റ്. വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. ദ ഓസ്കർ ഫോർ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആരാ വിൻ ചെയ്തേക്കണം നോക്കട്ടെ. ഐ എം നോട്ട് ഹാപ്പി ഗൈസ്. എന്തായാലും നോമിനീസ് ആർ ഡ്യൂൺ പാർട്ട് 2, ഗ്രെഗ് ഫ്രേസർ, എമിലിയ പെറിസ്, പോൾ ഗുഹാമെ, മാരിയ, എഡ് ലാച്ച്മാൻ, നോസ്ഫെറാറ്റു, ജാറിൻ ബ്ലാഷ്ക്. വിന്നർ ആരാന്നറിയാമോ? ബ്രൂട്ടലിസ്റ്റ്, ലോൽ ക്രോളി. 70mm ക്യാമറ വെച്ചിട്ടുണ്ടല്ല, വെറുതെ ഇങ്ങനെ എന്തെങ്കിലും എടുത്താൽ പോലും വേറെ ലെവൽ ഫുട്ടേജ് കിട്ടും. ഇവർ എടുത്തത് വിസ്താവിഷം വെച്ചിട്ടാണ്. ഫിലിം ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എനിബഡി ക്യാൻ ബി എ ഗുഡ് ഫോട്ടോഗ്രാഫർ എന്നുള്ളതാണ്. ഫിലിം ക്യാമറയിൽ ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലോ മാര ക്ലാരിറ്റിയാണ്.
നമ്മുടെ അച്ഛന്മാർ കിടിലൻ ക്യാമറമാൻമാരായിരുന്നു ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ യാഷിക്കയുടെ ഫിലിം ക്യാമറ എടുത്തങ്ങനെ ഫോട്ടോസ് കാണണം. ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന ടൈപ്പ് വേറെ ലെവൽ ഫോട്ടോസാണ് എൻ്റെ അച്ഛൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്നാതിരി ക്ലാരിറ്റിയുള്ള സാധനങ്ങൾ. വെറും അന്ന് നിസാരം എനിക്കൊന്നും 1000 2000 രൂപ അല്ലെങ്കിൽ കൂടിപ്പോയി 5000 രൂപ അച്ഛൻ പണ്ട് മേടിച്ചേക്കുന്ന ഒരു ക്യാമറ, അതും ഗൾഫിൽ നിന്നും കണ്ടൊക്കെ വരുത്തിച്ചാണ്. ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസാണ് എൻ്റെ അച്ഛനെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക എല്ലാവരും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് നിങ്ങളുടെ പേരൻസ് എടുത്തായിരിക്കും. അവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് വേറെ ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വലിയൊരു പങ്കായ ക്യാമറയുടെയും കൂടിയാണ്. അത് കൊഡാക്കിൻ്റെയൊക്കെ ക്യാമറയിലും യാഷിക്ക അങ്ങനെ ഇഷ്ടംപോലെ ക്യാമറാസ് ഉണ്ട്. അതിലൊക്കെ എടുത്തേക്കണ ഫോട്ടോ, ഫ്യൂജിയുടെയൊക്കെ ക്യാമറ വെറുതെ ഫോട്ടോ എടുത്താൽ പോയി ഭയങ്കര ലുക്കായിക്കൂടെ. ബ്രൂട്ടലിസ്റ്റിൻ്റെ ലോക്കറോളിയുടെ എനിക്ക് സിനിമാറ്റോഗ്രഫി തന്നെ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാണ്. ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് സിനിമാറ്റോഗ്രഫി. ഡ്യൂൺ 2 എടുത്ത ആളപ്പോൾ ആരാ? ശശിയാ? ഗ്രെഗ് ഫ്രേസർ എന്ത് ശശിക്കുട്ടനാ? ഇന്നമാരി ലെവലിൽ ആ സാധനം എടുത്ത് വെച്ചേക്കുന്നത്. ഒന്നും ഇവിടെ നോസ്ഫെറാറ്റു ഒരു ഹൊറർ ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രഫി എടുക്കാന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്ത് പാടാണെന്ന് അറിയാമോ? അമ്മാതിരി പാടാണ്. അതും ഫിലിം ക്യാമറയിൽ എടുത്തേക്കുന്ന ഒരു സിനിമയാണ്. എന്ത് പാടാന്ന് പറയാം. ഒരു ഹൊറർ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അതിൽ അഭിനയിക്കുക പാടാണ്, അത് എഡിറ്റ് ചെയ്യൽ പാടാണ്. കാരണം ഒരാളെ ചിരിപ്പിക്കുക പേടിപ്പിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ കോമഡി ഫിലിം ആയിക്കോട്ടെ ഹൊറർ ഫിലിം ആയിക്കോട്ടെ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ആൾക്കാർ പെട്ടെന്ന് ഇമ്പ്രസ്ഡ് ആവില്ല. ഇത് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഹൊറർ അല്ല, ഇത് അറ്റ്മോസ്ഫിയറിക് ഹൊറർ ഫിലിമാണ് ബൈ നമ്മുടെ മച്ചാൻ. അപ്പോൾ അത് നോസ്ഫെറാറ്റു നിങ്ങൾ കണ്ടു നോക്ക്. ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ക്യാമറ വർക്ക്. ഓരോ സീൻ നിങ്ങൾക്ക് എടുത്തിട്ട് വാൾപേപ്പർ ആക്കാം. വീട്ടിൻ്റെ ചുവരിൽ നിങ്ങൾക്ക് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വേള ഓരോ ഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഓരോ മുറിയിൽ അലങ്കാരത്തിനായിട്ട് വെക്കാം. ഡ്യൂൺ 2യുടെ ഫ്രെയിംസ് എൻ്റെ പൊന്നെ, അതിൻ്റെ ഫിലിം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് അത് ഇങ്ങനെ ആയുഷ്കാലം സൂക്ഷിക്കാം. അമ്മാതിരി ഫ്രെയിംസാണ്. അപ്പോഴാണ് കൊണ്ടുപോയിട്ട് ബ്രൂട്ടലിസ്റ്റിനും ഇതൊക്കെ പോട്ടെ എമിലിയ പെറസും മറിയൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡൗട്ടേ, ഏലിയൻ റോമിലസ് എടുത്ത ക്യാമറമാൻ ആരാടേ? ശശിക്കുട്ടനാ? അല്ലെങ്കിൽ സ്മൈൽ 2 എടുത്തവനൊക്കെ? എൻ്റെ മോനെയാ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അമ്മാതിരി സിനിമാറ്റോഗ്രഫിയാണ് ആ സിനിമയിൽ. സ്മൈൽ 2യുടെ സിനിമാറ്റോഗ്രഫി നിങ്ങളൊന്ന് കാണാം. വേറെ റേഞ്ചായിരുന്നു, വേറെ റേഞ്ച്. ഏലിയൻ റോമിലസ് എൻ്റെ മോനെ എന്ത് വിഷയ സിനിമാറ്റോഗ്രഫി ആയിരുന്നു അറിയാമോ? ഇത് എങ്ങനെ എന്താ കാണുമ്പോഴാണ് എനിക്ക് പൊളിഞ്ഞു വന്നത്. ഈ ബ്രൂട്ടലിസ്റ്റിൽ എന്തുവാറ് കുറേ കെട്ടിടവും കുറേ ഓയിൽ റിഗും കുറേ ക്രെയിൻ്റെ സിനിമാറ്റോഗ്രഫി എടുത്ത് വെച്ചാണോ വലിയ സംഭവം? ഒന്നും വേണ്ട. ഒരു സീനുണ്ട്, ഇവർ ആ പോസ്റ്ററിൽ വെച്ചേക്കണം. ഒരു കമ്പിത്തിരി ശരിക്കും പറഞ്ഞാൽ അത് എന്തോ സാധനം കട്ട് ചെയ്യുക അല്ലെങ്കിൽ വെൽഡ് ചെയ്യണ സമയത്ത് സ്പാർക്ക് കളിക്കുമ്പോൾ പുള്ളി നടന്നു വന്നാണ്. അതൊക്കെ എന്ത് തേങ്ങയാണ്, എന്ത് സിനിമാറ്റോഗ്രഫിയാണത്? ശോകം ബ്രൂട്ടലിസ്റ്റിനും കൊണ്ടേ കൊടുത്തിരിക്കുന്നത്. ചില സിനിമകളുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു സിനിമ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സിനിമ തീരെ ഇഷ്ടപ്പെട്ട പടമല്ല, പക്ഷേ അതിൻ്റെ സിനിമാറ്റോഗ്രഫി വാസ് ടോപ്പ് നോച്ച്. നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രെയിംസ് ആണ് വേറെ ലെവലാണ്. ആ സിനിമ കണ്ടിരിക്കാൻ ഒറ്റ കാരണം ഞാൻ പറയണത് സിനിമാറ്റോഗ്രഫിയാണ്. അല്ലെങ്കിൽ ആ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല. അമ്മാരി വെറുപ്പിക്കലായിരുന്നു ആ പടം എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ അതിൻ്റെ നിന്ന് ആ സിനിമാറ്റോഗ്രഫിയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇത്രയും ഒരു കണ്ടിരിക്കാൻ പറ്റാത്തൊരു പടം കണ്ടിരിക്കാൻ കാരണമായത് സിനിമാറ്റോഗ്രഫി. ഈ സിനിമ എനിക്ക് സിനിമാറ്റോഗ്രഫി പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എനിക്ക് തീരെ കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതെങ്ങനെ കൊടുത്തടേ ഇതിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി? ഫിലിം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ശരിയാണ്, കുറേ പേർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല എന്നും പറഞ്ഞിട്ട്. എൻ്റെ പൊന്നേ, ഇൻ മൈ ഒപ്പീനിയൻ ദ ബ്രൂട്ടലിസ്റ്റ് ഡസൻ ഡിസർവ് എനി അവാർഡ്സ്. ഞാൻ കാര്യമായിട്ട് പറയാണ്. അവാർഡ് കിട്ടാൻ അതിന് ഏറ്റവും സ്ലോവസ്റ്റ് മൂവി ഓഫ് ദി ഇയറിന് അവാർഡ് കൊടുക്കാം. ആൾക്കാരെ ഇരുത്തി വെറുപ്പിച്ചതിന്, എന്നെയൊക്കെ ഇരുത്തി വെറുപ്പിച്ച് ഈ പടം. അത്രയും സ്ലോ ആയിരുന്നു. സ്ലോവസ്റ്റ് മൂവി ഓഫ് ദ ഇയറിനാണ് ഓസ്കാർ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. അത്രയും ഡെഡ് ബോറിങ് പടമായിരുന്നു. ഒരു ഓസ്കാറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പടം. അതായത് ഓസ്കാർ ബെയ്റ്റ് മെറ്റീരിയൽ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഐ അബ്സല്യൂട്ട്ലി ഹേറ്റഡ് ദ മൂവി. അത് ഞാൻ പറയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. നോസ്ഫെറാറ്റുവിനായിരുന്നു കിട്ടേണ്ടത് ഈ കൂട്ടത്തിൽ. അല്ലെങ്കിൽ ഡ്യൂൺ ഇതിൽ കൂടുതൽ ഒരു ക്യാമറമാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡയറക്ടർ എന്താണ് ചെയ്യേണ്ടത്? എന്ത് വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യയ്യേ നശിപ്പിച്ച് മൂട് കളഞ്ഞ്. അടുത്ത കാറ്റഗറീസ് ഫോർ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം. നോമിനേഷൻസ് ആർ ബ്യൂട്ടിഫുൾ മെൻ, നിക്കോളസ് എപ്പൻസ് ആൻഡ് ബ്രെച്ച് വാൻ എസ്ലാൻഡി, മാജിക് ക്യാൻഡീസ് ബൈ ഡൈസുക്കെ നിഷിനോ ആൻഡ് തക്കാഷി വഷിയോ, ജപ്പാനാന്ന് തോന്നുന്നുണ്ട്, വാൻഡർ ടു വണ്ടർ, നീന ഗ്രാൻസ് ആൻഡ് സ്റ്റെനറ്റെ ബസ്ക്ലോപ്പർ, യാക്ക്, ലോയ്സ് എസ്പൂച്ചി ആൻഡ് ജൂലിയറ്റ് മാർക്കെ,
വിന്നർ ഇൻ ദ ഷാഡോസ് ഓഫ് സൈപ്രസ്, ഷിറിൻ സൊഹാനി ആൻഡ് ഹുസൈനി മലയേമി. വെറൈറ്റി പേരുകളാണ് എല്ലാവരുടെയും. കുറേ വെറൈറ്റി പേരുകൾ പഠിക്കാൻ പറ്റും ഇതൊക്കെ വായിക്കുമ്പോൾ. ഇതൊക്കെ ഇങ്ങനെയൊന്നല്ലെങ്കിൽ ഞാൻ രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല അവസ്ഥയിലേക്കും വായിക്കുന്നത്. ക്ഷമിച്ചേക്കുക, എനിക്കിങ്ങനെയല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ഇന്ത്യൻ അല്ലേ, എനിക്ക് ഇത്രയൊക്കെയല്ലേ അറിയുള്ളൂ ഈ പേരുകളെ പറ്റി. എന്തായാലും ഒരൊറ്റെണ്ണം പോലും കണ്ടിട്ടില്ല, അതുകൊണ്ട് നോ അഭിപ്രായം. എല്ലാവർക്കും ക്ലാപ്സ്, അത്രേ ഉള്ളൂ. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഓസ്കർ ഫോർ ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ഓൾറെഡി എനിക്ക് സന്തോഷം വന്ന് കണ്ടിട്ട്. എന്നാലും ഞാൻ നോമിനീസ് പറയാം. എല്ലാം ഒന്നിനൊന്നിന് ഭേദം പോലെ. ഇൻസൈഡ് ഔട്ട് 2 ഗംഭീര പടം ബൈ കെസ്ലി മാൻ ആൻഡ് മാർക്ക് നൈൽസീൻ. കിട്ടെല്ലാം പടമായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ആനിമേഷൻ പടമാണ്. കീടിലൻ, ചിന്തിപ്പിക്കും, ചിരിപ്പിക്കും, കരയിപ്പിക്കും, ഇണ്ണം കാച്ചി പടം. ഞാൻ തിയേറ്ററിൽ കണ്ടാണ്, വേറെ ലെവൽ പടമാണ്. മെമ്മോയർ ഓഫ് എ സ്നീൽ, ആഡം എലിയോട്ട് ആൻഡ് ലിസ് കിയർണി. കിടിലൻ പടം, അടിപൊളി പടമായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എന്തായാലും കാണണോടെ. ചിലവർക്കൊരു വിചാരം ആനിമേറ്റഡ് മൂവി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മാത്രം, അങ്ങനെയല്ല. ചില പടങ്ങളുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ വലിയവരൊക്കെ അരിഞ്ഞു. അമ്മാരി ഒരു സാധനമാണ്. വാലിസ് ആൻഡ് ഗ്രോമിറ്റ് കിട്ടിയില്ലെന്നെ ഒരു സീരീസ് തന്നെയാണ്. പാർട്ട് 1, 2 ഒക്കെ ഉണ്ട്, കണ്ടു നോക്കുക. വാലിസ് ആൻഡ് ഗ്രോമിറ്റ്, വെഞ്ചൻസ് മോസ്റ്റ് ഫോൾ, നിക് പാർട്ട്, മെർലിൻ ക്രോസ്ഹാം ആൻഡ് റിച്ചർഡ് ബെക്ക്. ഇത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ത്യയിൽ റിലീസ് ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടത് ഡീറ്റ്ലിയാണ്, ഡീറ്റ്ലി അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ദ വൈൽഡ് റോബോട്ട് തിയേറ്ററിൽ കണ്ട പടമാണ്, കാരയിപ്പിച്ച പടമാണ്, ചിന്തിച്ച് ചിരിപ്പിക്കുക എല്ലാം ചെയ്തൊരു കിടിലൻ പടം. ക്രിസ് സാൻഡേഴ്സ് ആൻഡ് ജെഫ് ഹെർമാൻ. ക്രിസ് സാൻഡേഴ്സിന് പണ്ടേ തന്നെ കിട്ടേണ്ടതായിരുന്നു ഈ അവാർഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും ഹി വാസ് ഡിസേർവിങ്. ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ എന്നുള്ള സിനിമ മാത്രം കണ്ടാൽ മതിയിട്ടേ പുള്ളിയുടെ ഇന്നും കാച്ചിപ്പടം. പക്ഷേ ദിസ് ഇയർ he had a stiff competition and that actually won. Flow by Jins Gilbelodis, Mattis Kaza, Ron Deans and Gregory Zalkman. Hands down one of the best movies I saw this year. കിടിലം പടം, ഭാഷകളില്ലാത്ത ഭാഷകൾക്ക് അതീതമായ ഒരു ഗംഭീര പടം. ഞാൻ വീണ്ടും പറയാണ്, മസ്റ്റ് വാച്ച് ഇൻ മൈ ഒപ്പീനിയൻ. ഒരു ആനിമേറ്റഡ് മൂവിയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത്, വേറെ ലെവൽ സിനിമയാണ്. ഏതൊരു സിനിമ ലവറും അല്ലാത്തവരും കണ്ടിരിക്കേണ്ട പടം. കിടിലെന്ന് പറഞ്ഞാൽ കിടിലം പടം. അപ്പോൾ ഹാൻഡ്സ് ഡൗൺ ഇറ്റ് ഡിസേർവ്ഡ് ഇറ്റ്. വേറെ ഒരു തർക്കമില്ല അതിൽ. വലിയ വലിയ അവാർഡുകളിലേക്ക് നമ്മൾ മുന്നേറുകയാണ്. ദ ഓസ്കർ ഫോർ ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോൾ. നോമിനേഷൻസ് ആർ മോണിക്ക ബാർബറോ, കംപ്ലീറ്റ് അൺനോൺ; അരിയാന ഗ്രാൻഡെ, ദ സിംഗർ, ഫോർ വിക്കഡ്; ഫെലിസിറ്റി ജോൺസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ്, ഫോർ ദ ബ്രൂട്ടലിസ്റ്റ്, വിച്ച് ഐ ഡോണ്ട് എഗ്രി. അത് ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് ഡിസേർവിങ് ഫോർ ആൻ ഓസ്കർ നോമിനേഷൻ ഫോർ ദിസ് മൂവി. ഇസബെല്ല റോസലിനി, കോൺക്ലേവ്, കിടിലം കിടിലം കിടിലം. ബട്ട് ദ വിന്നർ ഇസ് ഹാൻഡ്സ് ഡൗൺ സോയി സെൽഡാന. നമ്മുടെ മാർവലിലൊക്കെയുള്ള, നമ്മുടെ അവതാറിലുള്ള സോയി സെൽഡാന. ഷീ ഡിസേർവ്ഡ് ഇറ്റ് സിൻസ് എ ലോങ് ടൈം. ഒരുപാട് സിനിമകൾക്ക് പുള്ളിക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ എമിലി പെറിസ് എന്നുള്ള മൂവിയിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം വാസ് ഹർ ക്യാരക്ടർ. ടോപ്പ് നോച്ച് പെർഫോമൻസ്, ദ സേവിങ് ഗ്രേസ് ഓഫ് ദാറ്റ് മൂവി, ദ ജെം ഓഫ് ദാറ്റ് മൂവി, the most beautiful thing about that movie is undoubtedly സോയി സെൽഡാന. അതിനകത്ത് എനിക്കിഷ്ടമുള്ള ഒരുപാട് പേര് വേറെ ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പാട്ടുകാരി. പക്ഷേ ഐ വുഡ് സ്റ്റിൽ സേ സെലീന ഗോമസ് അടിപൊളിയായിരുന്നു അതിനകത്ത്. എന്നാലും ഞാൻ പറയാണ്, ഷീ വാസ് ഓൺ ആൻ അനദർ ലെവൽ. സോയി സെൽഡാന ഡിസേർവ്ഡ് ഇറ്റ്. ഷീ ഹാഡ് നോ കോമ്പറ്റീഷൻ, ഐ ഗെസ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് എനിബഡി വാസ് എ കോമ്പറ്റീഷൻ ഫോർ ഹർ. അരിയാന ഗ്രാൻഡെ വാസ് ഗുഡ്, ബട്ട് ഓസ്കർ നോമിനേഷൻ ഐ ഡോണ്ട് തിങ്ക് സോ. മോണിക്ക ബാർബറോ വാസ് ഗുഡ്. ഫെലിസിറ്റി ജോൺസ് നെവർ. ഐ ഡിഡ്ന്റ് ഫീൽ ആ ക്യാരക്ടർ തന്നെ ഒരു ഓവർ റേറ്റഡ് ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ദർ വാസ് നത്തിങ് മച്ച് ടു ഡു. ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് വാസ് ആൻ ഓസ്കർ വേർതി പെർഫോമൻസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മൂവി ഷുഡ് നെവർ ബീൻ ലിസ്റ്റഡ് ഓൺ ഓസ്കേഴ്സ്. അത് എൻ്റെ ഒപ്പീനിയനാണ്. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ എനിക്കത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടേ. അടുത്ത കാറ്റഗറീസ് ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ. നോമിനേഷൻസ് ആർ യൂറി ബോറിസോവ്, അനോറ, കിടിലൻ പെർഫോമൻസ്; എഡ്വേർഡ് നോർട്ടൺ, എ കംപ്ലീറ്റ് അൺനോൺ, സംതിങ് ദാറ്റ് ഐ ലവ്ഡ് അബൌട്ട് ദാറ്റ് മൂവി; ഗൈ പിയേഴ്സ്, ദ ബ്രൂട്ടലിസ്റ്റ്. The only thing I liked about
ബ്രൂട്ടലിസ്റ്റ് എന്നുള്ള സിനിമ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഈ മഹാനായ നടനാണ്. മെമൻറ്റോ ഒക്കെ അഭിനയിച്ചിട്ടുള്ള വേറെ ലെവൽ നടനായിട്ടുള്ള ഗൈ പിയേഴ്സ്. പുള്ളിയായിരുന്നു ആകെ സെർവിങ് ഗ്രേസ് ഫോർ മീ ഇൻ ദാറ്റ് മൂവി. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഹീ ഈസ് ഡിസേർവിങ് ഓഫ് ദാറ്റ് നോമിനേഷൻ. ജെറമി സ്ട്രോങ് ഫോർ ദ അപ്രന്റിസ്, നൈസ്. പക്ഷേ വിന്നർ ഇസ് കിരിയൻ കൽക്കിൻ, റിയൽ പെയിൻ. മെക്കോളെ കൽക്കിൻ്റെ ബ്രദറാണ്. മെക്കോളെ കൽക്കിൻ ആരാന്നറിയാമോ? നിങ്ങളെല്ലാവർക്കും അറിയാൻ പറ്റും. ഹോം അലോൺ എന്നുള്ള ഗംഭീര സിനിമയിലെ നടൻ. ആ നടൻ്റെ ബ്രദറാണ് കിരിയൻ കൽക്കിൻ. മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. ആ ഫേസ് കെട്ട് നല്ലപോലെ ഉണ്ട്. റിയൽ പെയിൻ എന്നുള്ള മൂവി I didn't find it was so great and all, but it was an okayish performance. But is he deserving for an Oscar? I doubt it. I think Yuri Borisov for Anora is much more deserving. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത്. ഓർ എഡ്വേർഡ് നോർട്ടൺ. കാരണം ഫൈറ്റ് ക്ലബിന് കൊടുക്കേണ്ട ഓസ്കാറാണ് ഇപ്പോഴും കൊടുക്കാത്തത്. അതിൽ കൂടുതൽ എന്താണ് ഒരു നടൻ ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ എഡ്വേർഡ് നോർട്ടൻ്റെ വേർഷൻ ഓഫ് ഹൾക്ക്, എറിക് ബാനർ വാസ് ദ ബെസ്റ്റ് ഐ ഹവ് സീൻ അൺടിൽ ഡേറ്റ്. അതും എനിക്കുണ്ട്. പക്ഷേ ഐ വുഡ് ഡെഫിനറ്റ്ലി ഹാഡ് ഗിവൻ ദാറ്റ് ഓസ്കർ ഫോർ ഹിം ഫോർ ഫൈറ്റ് ക്ലബ്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഡു ഐ അഗ്രി വിത്ത് കിരിയൻ കൽക്കിൻ ഫോർ വിന്നിങ് ദിസ്? Nah, I don't think so. I don't have any problem with that actor. His performance was good, but I don't think it was worthy of an Oscar. Big awards-ലേക്ക് കടന്നിരിക്കുകയാണ്. The Oscar for Best Actress in a Leading Role. Nominations are Cynthia Erivo for Wicked. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കാർല സോഫിയ ഗ്യാസ്കൻ for Emilia Perez. Demi Moore for The Substance. Fernanda Torres for I'm Still Here. But the winner is Mikey Madison for Anora. Hands down. എൻ്റെ മോനെ വെറുതെ വിഷയ അഭിനയം കിഡിലിനായിട്ട് പെർഫോം ചെയ്തു. വേറെ ലെവലായിരുന്നു. ഐ ലവ്ഡ് അനോറ. അതുകൊണ്ട് തന്നെ ഐ ആം പാർഷ്യലി ഹാപ്പി. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണമുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയിൽ ഡെമി മോറിന് അവർ നോമിനേഷൻ കൊടുത്തു. പക്ഷേ അതിൽ വേറെ ലെവലിൽ ആരാ പെർഫോം ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയും മാർഗറ്റ് ക്വെയ്ലി ആണെന്ന്. ആ പേര് തെറ്റിച്ച് പറയരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് നോക്കിയത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഷീ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ആൻ ഓസ്കർ നോമിനേഷൻ. ആൻഡ് ദ അതർ പേഴ്സൺ ഇസ് നവോമി സ്കോട്ട് ഫോർ സ്മൈൽ 2. എൻ്റെ അഭിപ്രായത്തിൽ നവോമി സ്കോട്ട് ഫോർ സ്മൈൽ 2 വാസ് ദ ഡിസേർവിംഗ് വിന്നർ ഈവൻ ഇഫ് എനോറ ഇസ് ദെയർ. മൈക്കി മാഡിസൺ ഉണ്ടെങ്കിൽ പോലും ഐ വുഡ് സ്റ്റിൽ സേ ഇൻ മൈ ഒപ്പീനിയൻ നവോമി സ്കോട്ടിൻ്റെ പെർഫോമൻസ് വാസ് വൺ സ്റ്റെപ്പ് അബവ് ഈവൻ മൈക്കി മാഡിസൺസ് പെർഫോമൻസ് ഇൻ എനോറ. കാരണം ആക്ടിങ് വൈസ് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു സ്മൈൽ 2-ൽ നവോമി സ്കോട്ട്. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാഡ് കം ഈവൻ ക്ലോസ് ടു ഹർ. അത്രക്കിടിലും പെർഫോമൻസ് ആയിരുന്നു. സബ്സ്റ്റൻസിലുള്ള നമ്മുടെ പുള്ളിക്കാരിക്കും മാർഗറ്റ് ക്വെയ്ലിക്കും ഒക്കെ ഡിസേർവിംഗ് ആണിത്. ഇൻ മൈ ഒപ്പീനിയൻ എമീലിയ പെരസിന് വേണ്ടിയുള്ള ആ ഓസ്കർ നോമിനേഷൻ ഷുഡ് ഹാവ് ഗോൺ ടു ഡെഫിനറ്റ്ലി ഫോർ മാർഗറ്റ് ഇൻ ദ സബ്സ്റ്റൻസ് ആൻഡ് Fernanda Torres for I'm Still Here എന്നുള്ള ആ നോമിനേഷൻ ഷുഡ് ഹാവ് ഗോൺ ടു ഡെഫിനറ്റ്ലി നവോമി സ്കോട്ട്. ആൻഡ് നവോമി സ്കോട്ട് ഷുഡ് ഹാവ് വൺ. കാരണം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടു നോക്കും സ്മൈൽ 2. ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഐ ഹവ് നോ ക്ലൂ വൈ ദേ ഡിഡ്ന്റ് ഗിവ് എ നോമിനേഷൻ പോട്ടിട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ പെർഫോമൻസ് ദാറ്റ് ഗോസ് ബിയോണ്ട് ഹെർ പെർഫോമൻസ് ഇൻ 2024. എനിക്ക് തോന്നണേ ഇല്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അമ്മാതിരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു സ്മൈൽ 2-ൽ. അത് ആ റോൾ ചെയ്യുക എളുപ്പമല്ല. ദ വേ ഷീ പെർഫോംഡ്, ദ എക്സ്പ്രഷൻസ്, ദ മാനറിസം, കോസ്റ്റ്യൂം എല്ലാം ഷീ പുൾഡ് ഇറ്റ് ഓഫ് വിത്ത് ഏസ് ലെവൽ പെർഫോമൻസ്. ഹാൻഡ്സ് ഡൗൺ ദ ബെസ്റ്റ് പെർഫോമൻസ് ബൈ ആൻ ആക്ട്രസ് ഇൻ 2024. നവോമി സ്കോട്ട്, ഐ ലവ്ഡ് യു ഡിയർ. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നത് മൈക്കി മാഡിസൺ കിട്ടിയതിൽ അധികം സന്തോഷമുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയാണ് ദാറ്റ് ഓസ്കർ ഷുഡ് ഹാവ് ഐദർ ബീൻ ഷെയർഡ് ഓർ ഗിവൺ ടു നവോമി സ്കോട്ട് ഫോർ സ്മൈൽ 2.
അത്ര കിടിലം പെർഫോമൻസ് ആയിരുന്നു. ദ ഓസ്കർ ഫോർ ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിങ് റോൾ, ഐ എം നോട്ട് ഹാപ്പി മാൻ. ഞാൻ ഇപ്പോൾ കണ്ടേ ഉള്ളൂ, ഐ എം നോട്ട് ഹാപ്പി. ടിമോത്തി ക്ലെമൻറ്റ് ഫോർ കംപ്ലീറ്റ് അൺനോൺ. അപ്പോൾ ഡ്യൂണിൽ അഭിനയിച്ച അവൻ വെറും ശശികൂട്ടനാണ്. കോൾമൻ സൊമിംഗോ സിംഗ് ഓക്കെ. റാൽഫ് ഫീൻസ് ഫോർ ദ കോൺക്ലേവ്. വോൾഡർമോൾട്ടായിട്ട് അഭിനയിച്ച് തന്നെ കൊടുക്കാം, അമ്മ ലെവൽ പെർഫോമറാണ്. സെബാസ്റ്റ്യൻ സ്റ്റാൻ ഫോർ ദ അപ്രന്റിസ്, കിഡിലും പെർഫോമൻസ് ആയിരുന്നു, കിഡിലും പെർഫോമൻസ്. ആളെ മനസ്സിലായ വിന്റർ സോൾജർ വേറെ റേഞ്ച് പെർഫോമൻസ് ആയിരുന്നു. ഒന്ന് കണ്ടു നോക്കാം പടം. അണ്ട് കൊടുത്ത ആർക്കാണെന്നറിയാമോ? ഏഡ്രിയൻ ബ്രോഡി ഫോർ ബ്രൂട്ടലിസ്റ്റ്. ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നും പറയണോ? എനിക്ക് പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഫോർ ദ പിയാനിസ്റ്റ് ഹി ഡിസേർവ്ഡ് ഇറ്റ്, ബട്ട് ഫോർ ദിസ് വൺ ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പെർഫോമൻസ് ആയിട്ടൊന്നും ഫീൽ ആയില്ല. സീരിയസ്ലി ഐ കുഡൻ ഈവൻ റിലേറ്റ് ടു ദാറ്റ് ക്യാരക്ടർ, ഐ കുഡൻ ഫീൽ ഫോർ ദാറ്റ് ക്യാരക്ടർ. എനിക്ക് ഒരു രീതിയിലും ഒരു ഇമോഷണൽ കണക്ട് തോന്നാഞ്ഞൊരു ക്യാരക്ടർ. ഐ ഫീൽ ഇറ്റ് വാസ് ആൻ ഓവർ റേറ്റഡ് പെർഫോമൻസ്. ഇറ്റ് വാസ് ഗുഡ് ബട്ട് നോട്ട് ദ ബെസ്റ്റ്. കാരണം റാൽഫ് ഫീൻസ് ഫോർ കോൺക്ലേവ് ഒന്ന് കണ്ടു നോക്കടേ, എന്ത് പാടാന്ന് പറയാം റോളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പുള്ളിയെ കാണുമ്പോൾ നമുക്ക് റാൽഫ് ഫീൻസ് എന്നുള്ള നടനോ റാൽഫ് ഫീൻസിനെ അവിടെ കാണില്ല. നമ്മൾ കാണുന്നത് അവിടെ ഒരു പള്ളിയിലച്ഛനെ മാത്രമാണ്. അതും ഒരു എനിക്ക് ആ കറക്റ്റ് പൊസിഷൻ പറയാൻ അറിയില്ല. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അത്. ഐ തിങ്ക് ഹീ ഷുഡ് ഹാവ് വോൺ. അല്ലെങ്കിൽ ടിമോത്തി ക്ലെമൻറ്റ് തന്നെ ഒന്ന് ആലോചിക്കുക, 2 പടമുണ്ട്, ഡ്യൂൺ 2 ഉണ്ട്, കംപ്ലീറ്റ് അൺനോൺ ഉണ്ട്. കൊടുത്തില്ലടേ. എനിക്കറിയാമല്ലോ ഇവർക്ക് ഈ CGI പടങ്ങളുള്ള വിരോധം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എൻ്റെ പൊന്നെ, പിന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ വേറൊരു നടന ഏതാ ഉള്ളത് പെർഫോമൻസ് അത്ര ഓർത്തിരുന്നൊരു പെർഫോമൻസ്? ദിസ് ഷുഡ് ഹാവ് ഇത് കോൺക്ലേവ്. അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സ്റ്റാൻ കൊടുക്കായിരുന്നില്ലേ? മാൻ വാട്ട് എ ചേഞ്ച് ആണ്. ഇമ്മാരി ലെവലിൽ അഭിനയവും അതുമാത്രമല്ല, നോബഡി എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം ഹിം. അതാലോചിക്കണം. ഐ തിങ്ക് ഫോർ ദാറ്റ് അലോൺ ഓർ മേ ബി ലൈക്ക് ടിമോത്തി ക്ലെമൻറ്റ്, റാൽഫ് ഫീൻസ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സ്റ്റാൻ ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ട അവാർഡാണ് കൊണ്ടുപോയിട്ട് ഏഡ്രിയൻ ബ്രോഡിക്ക് കൊടുത്തത്. വൈ? ഐ ഹാവ് നോ ക്ലൂ മാൻ. I didn't like the performance. I'm not a hater of that actor. I love him as an actor, but still, I don't think he's worthy of the award. That's my opinion. I don't think that movie should be getting any award. Endengilu award kittanengil it is, I would agree upon if you had given the award for Guy Pearce for a supporting role. അതാണ് ഇച്ചിരിയെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരേ ഒരു അവാർഡ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയ്ക്ക്. നത്തിങ് എൽസ് അബൌട്ട് ദാറ്റ് മൂവി ഇംപ്രസ്ഡ് മീ. I didn't like that movie at all. Top 2-ലെത്തിരിക്കുകയാണ്. The category for best director അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് നോമിനേഷൻസ് ആർ The Brutalist, ബ്രാഡി കോർബറ്റ്. അത്ര എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. എനിക്ക് പ്രിട്ടൻഷ്യസ് ആവാൻ വയ്യടേ, എനിക്ക് പറ്റില്ല. വെറുതെ ചുമ്മാ ഇനി കുറേ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ മാനിക്കാമെന്ന് എനിക്ക് പറ്റത്തൊന്നുമില്ല. എനിക്ക് ബോധ്യമായിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ മാനിക്കുള്ളൂ. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ദ ബ്രൂട്ടലിസ്റ്റ് ഇസ് സച്ച് ആൻ ഓവർ റേറ്റഡ് മൂവി ദാറ്റ് വാസ് ജസ്റ്റ് ടൈലർ മെയ്ഡ് ഫോർ ഓസ്കർ. ആൻഡ് ഓസ്കറിലെ ആൾക്കാരെ എന്താ പറയുക സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പടം, ഒരു അവാർഡ് സ്ലോത്ത് ഓഫ് എ മൂവി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. എനിവേസ്, അടുത്ത നോമിനി കംപ്ലീറ്റ് അൺനോൺ ബൈ ജെയിംസ് മാൻഗോൾഡ്. ആ ലോഗൻ എന്നുള്ള സിനിമയ്ക്കുണ്ടല്ലോ, പുള്ളിക്ക് അവാർഡ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടേണ്ടതാണ്. അമ്മാതിരി സാധനമായിരുന്നു ലോഗൻ. അതിനാണ് പുള്ളിക്ക് കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ലെവലൊരു പടം ആണ് പുള്ളി ലോഗനിൽ വെച്ച് എടുത്തു വെച്ചത്. അതിന് മാത്രം പുള്ളിക്ക് അവാർഡ് കൊടുത്തിട്ട് ശരിയെണ്ണ വീട്ടിൽ പൊക്കോന്ന് പറയാം. അമ്മാതിരി സാധനമായിരുന്നു പുള്ളി. അതിനാണ് കിട്ടേണ്ടത്, ഇതിനും കൊടുത്തില്ല. അത് ആർക്കാണ് കിട്ടിയെന്ന് ഞാൻ പറയാം. ഡെഫിനറ്റ്ലി ദാറ്റ് ബ്രിങ്സ് എ സ്മൈൽ ഓൺ മൈ ഫേസ്. പക്ഷേ ജെയിംസ് മാൻഗോൾഡ് ഡിസേർവ്ഡ് ആൻ ഓസ്കർ ഫോർ ലോഗൻ. അത്ര കിടിലം പടമായിരുന്നത്. എമിലിയ പെറസ്, ജാക്കസ് ഓഡിയാർഡ്. എനിക്കറിയാൻ പാടില്ല ഇത് എന്തിനാണ് ബെസ്റ്റ് ഡയറക്ഷനിലേക്കൊക്കെ വന്നതെന്ന് തന്നെ ഈ സിനിമ. എനിവേസ്, എന്തെങ്കിലും ആവട്ടെ. ദ സബ്സ്റ്റൻസ്, കോർലിൻ ഫർഗെ, ഡെഫിനറ്റ്ലി ആൻ ഓസ്കർ വർതി ഡയറക്ടോറിയൽ, ഡെഫിനറ്റ്ലി. പക്ഷേ ഷോൺ ബേക്കർ വൺ ഫോർ എനോറ. കിടിലം പടമുണ്ടെന്ന് ഒരു സങ്കടമില്ല അത് കിട്ടിയതിൽ. പക്ഷേ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഷെയർഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്ക് കൊടുക്കാമായിരുന്നു.
സബ്സ്റ്റൻസ് ഫോർ കോർലിന് കൊടുക്കാമായിരുന്നു, ഷെയർ ചെയ്ത് കൊടുക്കാമായിരുന്നു. കാരണം ബോത്ത് ദ മൂവീസ് അനോറ ആൻഡ് ദ സബ്സ്റ്റൻസ് ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കിട്ടില്ല 2 പടങ്ങൾ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന 2 പടങ്ങൾ. ഡെഫിനറ്റ്ലി ബോത്ത് ഓഫ് ദം ഡിസേർവ്ഡ് ആണ് എൻ്റെ അഭിപ്രായം. 2 പേർക്കും കൊടുക്കാമായിരുന്നു, ഷെയർ ചെയ്ത് കൊടുക്കാമായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ഡയറക്ടർ ഫോർ ദിസ് ഇയർ ഇസ് വൺ ബൈ ഷോൺ ബേക്കർ, ബട്ട് സ്റ്റിൽ ഐ ഫീൽ കോർലിൻ കുഡ് ഹാവ് ഷെയർ ദാറ്റ് അവാർഡ്. കിട്ടിലും പടമായിരുന്നു 2. അതുകൊണ്ട് തന്നെ ഒരാൾ ജയിച്ചതിൽ സന്തോഷമുള്ളൂ, 2 പേരും ജയിച്ചിരുന്നെങ്കിൽ ഭയങ്കര രീതിയിൽ എനിക്ക് സന്തോഷം കൂടുതൽ തോന്നിയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവാർഡ്, ദ ടോപ്പ് മോസ്റ്റ് തിങ്, ദ ഓസ്കർ ഫോർ ബെസ്റ്റ് പിക്ചർ, ഏറ്റവും മികച്ച ചിത്രം. 10 നോമിനേഷൻസ് ആണുള്ളത്. ദ ബ്രൂട്ടലിസ്റ്റ്, നിക് ഗോർഡൻ, ബ്രാൻ യങ്, ആൻഡ്രൂ മോറിസൺ, DJ Guggenheim and Bradley Corbett, producers. I don't think it was deserving even to be on the list. A Complete Unknown, Fred Berger, James Mangold, Alex Heyman, producers. Conclave, Tessa Ross, Juliet Howell, Michael I. Jackman, producers. Dune Part 2, Mary Parent, Caleb Boiter, Tanya Lapointe and Denis Villeneuve, producers. Emilia Perez, why? Maria Pascal Cochetex, Jacques Audiard and producers. I'm Still Here, Maria Carlotta Bruno, Rodrigo Tyrexia, producers. Nickel Boys, D.D. Garner, Jeremy Cleaner, Jocelyn Barnes, producers. The Substance created history. ഇത്രയും വയലൻസും ഗോറുള്ളൊരു മൂവി ബെസ്റ്റ് പിക്ചറിൽ വന്നിരിക്കുന്നു. സംഭവം കോർലിൻ ഫെർഗി, ടിം ബെവാൻ ആൻഡ് എറിക് ഫെൽനർ, producers. Wicked, Mark Platt, producer. But who won? Anora കൊണ്ടുപോയി മക്കളെ. My prediction and my wish came true. Alex Coco, Samantha Kwan, Sean Baker, producers. Well deserving of an Oscar. കിടിലം പടം. ഈക്വലി ഡിസേർവിംഗ് ആയിരുന്നു ദ സബ്സ്റ്റൻസ്. ഐ തോട്ട് ഇറ്റ് മൈറ്റ് ഓൾസോ വിൻ. കാരണം ഈ അവാർഡും ഷുഡ് ഹാവ് ബീൻ ഷെയർഡ്. കാരണം സംഭവമാണ് രണ്ടും കിടിലം പടം. ഒന്ന് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പറിൻ്റെ കഥ പറഞ്ഞൊരു സിനിമ, ഭയങ്കര രസമായിട്ട് എടുത്തൊരു പടം. കിടിലൻ, ബ്രൂട്ടലിനല്ല, റോ ആൻഡ് ട്രൂ ടു ഇറ്റ്സ് ജോണർ, ട്രൂ ടു ഇറ്റ്സ് ക്യാരക്ടർ. കിടിലൻ പടമായിരുന്നു ദ സബ്സ്റ്റൻസ്. വലിയ കാര്യമാണ് ബെസ്റ്റ് പിക്ചർ നോമിനേഷൻ കിട്ടിയത്. പക്ഷേ ഐ ഫീൽ ഇറ്റ് ഷുഡ് ഹാവ് ഷെയർഡ് ദ അവാർഡ് വിത്ത് അനോറ. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ബ്രൂട്ടലിസ്റ്റ്, എമിലിയ പെരേസ്, ഐ എം സ്റ്റിൽ ഹിയർ, ഇതൊക്കെ എന്തിനാണ് ബെസ്റ്റ് പിക്ചറിൽ വന്നതെന്ന് മനസ്സിലാവുന്നില്ല. വിക്കഡ് പിന്നെ നമുക്കറിയാം, ദ ലവ് ഫോർ ഓസ്കർ പീപ്പിൾ, മ്യൂസിക്കൽസ് എന്നവരുടെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ വിക്കഡ് അത്യാവശ്യം നല്ല പടം വരുന്നു, തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ഇസ് ഇറ്റ് വർതി ഫോർ ബെസ്റ്റ് പിക്ചർ ഓസ്കർ? നോ, അതെനിക്ക് പറയാനുള്ളത്. എനിവേസ്, അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും ഇത്തവണ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ വൻ കോമഡി ആയിരുന്നു. ആ കോമഡി പരിപാടി വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് ഫോർ ബെറ്റർ. പക്ഷേ ഐ സ്റ്റിൽ ഫീൽ ഏലിയൻ റോമുലസ്, അതുപോലെ തന്നെ സ്മൈൽ 2 ഒരൊറ്റ കാറ്റഗറിയിൽ നോമിനേറ്റ് ആയില്ല. ഇറ്റ് ഡിസേർവ് ടു ബി ഇൻ എ ലോട്ട് ഓഫ് നോമിനേഷൻസ് ആൻഡ് ഇറ്റ് ഡിസേർവ്ഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്. അതെനിക്ക് സ്ട്രെസ് ചെയ്ത് പറഞ്ഞേ പറ്റുള്ളൂ. നവമി സ്കോട്ട്, ഇൻ മൈ ഹാർട്ട്, ഇൻ മൈ ഒപ്പീനിയൻ, യു ആർ ദ ബെസ്റ്റ് ആക്ട്രസ് ഓഫ് 2024. അത്ര കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈവൻ മാർഗറ്റ് ക്വൈലി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാറ്റഗറി ആൻഡ് അവാർഡായിരുന്നു. ഷീ ഡിസേർവ്ഡ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പേർക്ക് വിയോജിപ്പുണ്ടാവും, പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. വിയോജിപ്പ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ നിറങ്ങളും ഫുഡും ആക്ടേഴ്സും പെർഫോമൻസസും ആണ് ഇഷ്ടം. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ, അതാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഡിഫറൻസസ്. കമൻറ്റ് ഡൗൺ ബിലോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.